ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ BA സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട് കേട്ടോ. പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളം നോട്ട്സ്, അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുൻ വീഡിയോസിലൊക്കെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോ ലാസ്റ്റിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അതിൽ നമ്മളിന്ന് 5ാമത്തെ ബ്ലോക്കിലെ 2 യൂണിറ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചോദിക്കാൻ സാധ്യത 4 മാർക്കിന്, ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഡിസ്കസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി. ഇതിന് പലരും പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പറയണം, പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിലും കൂടി പറയണ്ടേ. അപ്പോൾ രണ്ടും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഡിസ്കസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നാണ്. അപ്പോൾ 1, കൃഷി ഒരു പ്രധാന സംഭാവനയാണ്. 2ാമത്തെ സവിശേഷത വൈവിധ്യമാർന്ന വ്യാവസായിക അടിത്തറയുണ്ട്. 3, സേവന മേഖലയുടെ ആധിപത്യം. 4, ഇരട്ട സമ്പദ് വ്യവസ്ഥ, അതായത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് ഇരട്ട സമ്പദ് വ്യവസ്ഥ. 5ാമത്തത് ജനസംഖ്യാപരമായ ലാഭവിഹിതം. 6, പ്രാദേശിക അസമത്വങ്ങൾ. ഇത്രയാണ് അതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വിച്ച് ആർ ദ മേജർ ചാലഞ്ചസ് ഫേസിങ് ദ ഇന്ത്യൻ എക്കണോമി. വിച്ച് ആർ ദ മേജർ ചാലഞ്ചസ് ഫേസിങ് ദ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണ്? ആൻസർ: തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വരുമാനത്തിലെ അസമത്വം, കുറഞ്ഞ കാർഷികോൽപാദനക്ഷമത, കാലാവസ്ഥാ വ്യതിയാനം, അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യം, മോശമായ ആരോഗ്യ സംവിധാനം, മോശമായ വിദ്യാഭ്യാസം, അഴിമതി, പൊതുകടം, ഡിജിറ്റൽ വിഭജനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, പരിസ്ഥിതി നശീകരണം. ഇത്രയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന സാമ്പത്തിക വെല്ലുവിളികൾ, മേജർ എക്കണോമിക് ചലഞ്ചസ് കേട്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി നേരിടുന്ന മേജർ ചലഞ്ചസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവാലുവേറ്റ് ദ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. ഇവാലുവേറ്റ് ദ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ പങ്കും ലക്ഷ്യങ്ങളും വിലയിരുത്താൻ. ആൻസർ: 2015 പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് പുതിയതായി സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് നീതി ആയോഗ്. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസന മേൽനോട്ടത്തിനും ഏകീകരണത്തിനും വേണ്ടിയിട്ട് 1950 സ്ഥാപിച്ചതാണിത് ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ അതിൻ്റെ പ്രത്യേകത കേന്ദ്രീകൃത സമീപനത്തിൻ്റെയും സാമ്പത്തിക മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെയും പേരിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങളിൽ നിന്നുള്ളൊരു മോചനത്തിനെന്നോണമാണ് നീതി ആയോഗ് 2015 സ്ഥാപിതമായത്. സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ നയവിഷയങ്ങളിൽ ഗവൺമെൻറ്റിന് തന്ത്രപരവും സാങ്കേതികവുമായ ഉപദേശം നൽകുകയും പ്രോഗ്രാമുകളുടെയും പദ്ധതികളുടെയും നടത്തിപ്പ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന പങ്ക്. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ദേശീയ വികസന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക, അതുപോലെ തന്നെ നയം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. അതിൻ്റെ പങ്കാണ് കേട്ടോ പറയുന്നത്. പ്രധാന പങ്കുകൾ എന്തൊക്കെയാണ്? ദേശീയ വികസന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക, നയം നടപ്പാക്കുക, അതായത് രാജ്യത്തിലെ നിയമങ്ങൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക, നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുക, സംസ്ഥാനങ്ങളുമായിട്ട് മറ്റു പങ്കാളികളുമായിട്ടോ സഹകരിക്കുക, പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലും മറ്റു പങ്കാളികളിലും നിർമ്മാണശേഷിയും അറിവും ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാന പങ്കുകൾ. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ രണ്ടുമാണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ കാര്യങ്ങളിൽ ഇൻപുട്ടുകൾ നൽകുകയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാങ്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. 2ാമത്തത് നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി സഹകരണ ഫെഡറലിസത്തിന് ഒരു വേദി ഒരുക്കുക. 3ാമത്തത് നയരൂപീകരണത്തിലും അത് നടപ്പാക്കലിലും സ്വകാര്യ മേഖലയുടെയും പൗരസമൂഹത്തിൻ്റെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. 4ാമത്തത് സർക്കാർ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. 5ാമത്തത് ആസൂത്രണത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതികവും സാമ്പത്തികവുമായ പിന്തുണ കൊടുക്കുക. 6ാമത്തത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നവീകരണം, സംരംഭകത്വം, സാങ്കേതിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. 7ാമത്തത് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക നീതി ഉറപ്പാക്കുകയും ചെയ്യുക.
എട്ടാമത്തത് അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് ഇടപഴകുകയും വിവിധ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 9 ഗവൺമെൻറ്, വ്യവസായം, അക്കാദമിക്, സിവിൽ സമൂഹം എന്നിവ ഉൾപ്പെടെ വിവിധ പങ്കാളികൾക്കിടയിൽ സംവാദത്തിനും ആശയവിനിമയത്തിനും ഒരു വേദി നൽകുക. ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. ഇനി മറ്റൊന്ന് ഡിസ്കസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. ഡിസ്കസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഭരണപരമായ ഘടന ചർച്ച ചെയ്യുക. അതാണ് അതിൻ്റെ വിവിധ ഏജൻസികൾ, അതിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്താനുള്ള വിവിധ ഏജൻസികളെ കുറിച്ച് വിവരിക്കാനുള്ളത്. നോക്കുക, ഭരണസമിതിയാണ് ഒന്നാമത്തത്. പ്രധാനമന്ത്രി ചെയർമാനായുള്ള നീതി ആയോഗിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് അതിൻ്റെ ഭരണസമിതി. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ സഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരുമാണ് അതിൽ അംഗങ്ങളായിട്ടുണ്ടാവുക. മറ്റൊന്ന് പ്രാദേശിക സമിതികളാണ്. നീതി ആയോഗ് പ്രത്യേക പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹകരണ ഫെഡറലിസം സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ട് 5 പ്രാദേശിക കൗൺസിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വടക്കൻ മേഖല, തെക്കൻ മേഖല, കിഴക്കൻ മേഖല, പടിഞ്ഞാറൻ മേഖല, വടക്ക് കിഴക്കൻ മേഖല എന്നിവയാണ് 5 മേഖലകൾ. ഇനി മൂന്നാമത്തെ ഏജൻസിയാണ് മുഴുവൻ സമയ അംഗങ്ങൾ. നീതി ആയോഗിന് മുഴുവൻ സമയ അംഗങ്ങളുണ്ട്. അവർ പ്രധാന മേഖലകളിലെ പ്രോഗ്രാം നടപ്പാക്കലിന് ഉത്തരവാദികളാണ്. അവരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇനി പാർട്ട് ടൈം അംഗങ്ങൾ അടുത്ത സമിതിയാണ് പാർട്ട് ടൈം അംഗങ്ങൾ. നീതി ആയോഗിന് ഫുൾ ടൈം അംഗങ്ങളുള്ളതുപോലെ തന്നെ എന്തുണ്ട്, പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ട്. അവർ സംഘടനയിലേക്ക് അറിവും വൈദഗ്ധ്യവും കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ അവരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇനി മറ്റൊന്നാണ് CEO. നീതി ആയോഗിൻ്റെ തലവനാണ് ആര്? CEO. ഗവേണിംഗ് കൗൺസിൽ അംഗീകരിച്ച നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിന് അദ്ദേഹം ഉത്തരവാദിയാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നതും ആരെന്നെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇനി വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സംഘടനയ്ക്ക് തന്ത്രപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിലും CEOയെ പിന്തുണക്കുന്നതും അദ്ദേഹത്തെ നിയമിക്കുന്നത് ആരെന്നെയാണ്? ഈ വൈസ് ചെയർമാനെ നിയമിക്കുന്നതും ആരെന്നെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് കേട്ടോ. ഇനി ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. നയരൂപീകരണം, ഗവേഷണം, പ്രോഗ്രാം നടപ്പാക്കൽ എന്നിവയ്ക്ക് ഉത്തരവാദികളായ വിവിധ വകുപ്പുകളുണ്ട് നീതി ആയോഗിന്. അപ്പോൾ കൃഷിയും ഗ്രാമീണ പ്രവർത്തനവും വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ആരോഗ്യവും പോഷകാഹാരവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉൾപ്പെടുന്നത്. ഇത്രയാണ് അതിൻ്റെ ഭരണ ഏജൻസികൾ അല്ലെങ്കിൽ സമിതികൾ. ഭരണ സ്ട്രക്ചർ ചോദിച്ചാൽ പറയാനുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹബ്സ് ഓഫ് നീതി ആയോഗ്. ഹബ്ബ് പറയില്ലേ? നീതി ആയോഗിൻ്റെ പ്രധാന ഹബ്ബുകൾ ഏതെല്ലാമാണ്? ആൻസർ നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് ഇന്ത്യയിലുടനീളം നിരവധി ഹബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണ്. ഇനി അതിൽ പ്രധാനപ്പെട്ടത് നോക്കാം. ഒന്ന് അടൽ ഇന്നൊവേഷൻ മിഷൻ. അടൽ ഇന്നൊവേഷൻ മിഷൻ AIM എന്ന് പറയും കേട്ടോ. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭമാണ് എന്ത്? AIM അല്ലെങ്കിൽ അടൽ ഇന്നൊവേഷൻ മിഷൻ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷണങ്ങൾ നടത്താനും നൂതനമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരു വേദി പ്രദാനം ചെയ്യുന്ന വേണ്ടിയിട്ടാണിത്. സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ ഇങ്ങനെ ഒരു തിങ്കറിംഗ് ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒന്നാണ് ഇത് അടൽ ഇന്നൊവേഷൻ മിഷൻ. മറ്റൊന്നാണ് വിമൻ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം, WEP എന്ന് പറയും. വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും നെറ്റ്വർക്കിംഗ്, ഫണ്ടിങ്, മെഷർമെൻറ്റ് അതുപോലെ മെൻറ്റർഷിപ്പ് എന്നിവയ്ക്കൊരു പുതിയ പ്ലാറ്റ്ഫോം നൽകുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് ആരംഭിച്ചൊരു സംരംഭമാണ് WEP. മറ്റൊന്നാണ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ, NNM എന്ന് പറയും. പേര് തന്നെ മനസ്സിലാക്കുക അല്ലേ? ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് NNM. 2022 വളർച്ചാ മുരടിപ്പ്, പോഷകാഹാരക്കുറവ്, ജനനഭാരം കുറയ്ക്കുക എന്നിവയാണ് ഈ ഹബിൻ്റെ ലക്ഷ്യം. ഇനി സാത് പ്രോഗ്രാം SATH ആണ് കേട്ടോ. SATH ഒക്കെ ഫുൾ ഫോം കുറച്ചൊക്കെ പറഞ്ഞു തരാം. സാത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ആരംഭിച്ചൊരു പരിപാടിയാണ് ഇത് സാത് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാമുകൾ. ഇന്ത്യയിൽ കണ്ടെത്തിയ 115 ജില്ലകളുടെ സാമൂഹിക സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ആരംഭിച്ചതാണെന്ത്? ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഈ ജില്ലകളുടെ പ്രകടനം മെച്ചപ്പെടുത്താനാണ് ഈ പരിപാടി ഊന്നൽ നൽകുന്നത്. ഇനി ഇന്ത്യൻ ഇന്നൊവേഷൻ ഇൻഡെക്സ്.
സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അവയുടെ നവീകരണ ശേഷിയും പ്രകടനവും അടിസ്ഥാനമാക്കി റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് ഇന്ത്യൻ ഇന്നൊവേഷൻ സൂചിക പുറത്തിറക്കി. ഈ സൂചിക ഇന്ത്യയിലുടനീളമുള്ള നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കാനും സംസ്ഥാനങ്ങൾക്ക് അവരുടെ നവീകരണ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനൊരു ചട്ടക്കൂട് നൽകാനും ലക്ഷ്യമിടുന്നതാണ് ഇന്ത്യൻ ഇന്നൊവേഷൻ ഇൻഡെക്സ്. ഇനി നമ്മളിതിൽ പറഞ്ഞ നീതി എന്നതിൻ്റെ ഫുൾ ഫോം NITI, നീതി ആയോഗിലെ നീതി എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ്. വൺ വേർഡ് ചോദിച്ചുകൂടായില്ല കേട്ടോ. പിന്നെ സാത്ത് പറഞ്ഞില്ലേ, SATH സാത്ത് പ്രോഗ്രാം എന്ന് പറയും. അത് സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഹ്യൂമൻ ക്യാപിറ്റൽ. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ CMIE ഉണ്ട്. CMIE സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കണോമി. സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കണോമി. ഇങ്ങനെ ചില ഷോർട്ട് ഫോമുകളാണ് നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പിന്നെ ചിലപ്പോൾ അത് അതിന് ഫുൾ ഫോം എഴുതാനൊക്കെ വൺ വേർഡായിട്ട് ചോദിച്ചുകൂടായില്ല, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം കേട്ടോ. ഈ രണ്ടാമത്തെ ഒന്നുകൂടി പറയുന്നത് സൗണ്ട് ജലദോഷമൊക്കെ കൂടിയാണ്. പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കുക കേട്ടോ. നോക്കുക, നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിന്. ഡിസ്കസ് ദ അർബൻ റൂറൽ കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഡിസ്കസ് ദ അർബൻ റൂറൽ കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ജനസംഖ്യയുടെ നാഗരിക ഗ്രാമീണ ഘടന ചർച്ച ചെയ്യുക എന്നാണ്. ജനസംഖ്യയുടെ ഗ്രാമീണ നാഗരിക ഘടന എന്നത് ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും താമസിക്കുന്ന ആളുകളുടെ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകൾ പൊതുവെ കുറഞ്ഞ ജനസാന്ദ്രത, കൃഷി അടിസ്ഥാനമാക്കിയുള്ള ഉപജീവന മാർഗങ്ങൾ, താരതമ്യേന വികസിത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സവിശേഷതകളായുള്ള രീതിയിലുള്ളതായിരിക്കും. അതേസമയം നഗരപ്രദേശങ്ങൾ ഉയർന്ന ജനസാന്ദ്രതയും വൈവിധ്യമാർന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും കൂടുതൽ വികസിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ സവിശേഷതയായിട്ടുള്ള പ്രദേശങ്ങൾ. വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഗ്രാമീണ നാഗരിക ജനസംഖ്യയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നഗര ജനസംഖ്യ ക്രമേണ കൂടി വരികയും ഗ്രാമജനസംഖ്യ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയുടെ നയരൂപീകരണത്തിലും ആസൂത്രണത്തിലും ഗ്രാമീണ നഗര ജനസംഖ്യ വളരെ പ്രധാനമാണ്. മേഖല തിരിച്ച വികസന നയങ്ങൾ നടപ്പിലാക്കാൻ അത് സഹായകവുമാണ്. ഇത്രയാണ് കേട്ടോ. ഇനി 4 മാർക്ക്. ഡിസ്കസ് ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ വിവരിക്കാൻ, ചർച്ച ചെയ്യാൻ, ഇന്ത്യയിലെ ജനസംഖ്യാപരമായ പരിവർത്തനം ചർച്ച ചെയ്യാനാണ് പറയുന്നത്. നോക്കുക, ജനസംഖ്യാപരമായ പരിവർത്തനം എന്നത് ഉയർന്ന ജനന നിരക്കുകളിൽ നിന്ന് താഴ്ന്ന ജനന നിരക്കിലേക്കുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യാപരമായ പരിവർത്തനം നിരവധി പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ ഇന്ത്യയുടെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. എങ്കിലും ഇന്ത്യയുടെ ജനനനിരക്കും മരണനിരക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. ജനസംഖ്യാപരമായ പരിവർത്തന മാതൃകയുടെ 4 ഘട്ടങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ജനസംഖ്യാപരമായ പരിവർത്തനത്തെ നമുക്ക് വിവരിക്കാൻ കഴിയും. അപ്പോൾ 4 ഘട്ടങ്ങൾ മാത്രം ചോദിച്ചുകൂടായില്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെ 4 ഘട്ടങ്ങൾ നോക്കുക. 1, ഉയർന്ന നിശ്ചല ഘട്ടം. ഒന്നാമത്തേതാണ് ഉയർന്ന നിശ്ചലഘട്ടം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഉയർന്ന ജനനനിരക്കും ഉയർന്ന മരണനിരക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് താരതമ്യേന സ്ഥിരതയുള്ള ജനസംഖ്യാ വലിപ്പമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഘട്ടം വികസിക്കുന്ന ആദ്യഘട്ടം എന്ന് പറയുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആരോഗ്യ പരിപാലനത്തിലും പോഷകാഹാരത്തിലും ഉണ്ടായ പുരോഗതി കാരണം മരണനിരക്ക് കുറയാൻ തുടങ്ങിയെങ്കിലും ജനനനിരക്ക് ഉയർന്ന നിലയിൽ അങ്ങനെ തുടർന്നു. ഇത് ജനസംഖ്യാ വലിപ്പത്തിൽ അതിവേഗം വർധനവിന് കാരണം. മൂന്നാമത്തെ ഘട്ടം വൈകി വികസിക്കുന്ന ഘട്ടം. 1970കളിലും 1980കളിലും ഇന്ത്യ ഗവൺമെൻറ് കുടുംബാസൂത്രണ പരിപാടികൾ പോലെയുള്ള ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കി. ഇത് ജനനനിരക്കിൽ കുറവുണ്ടാക്കി. അതേസമയം മരണനിരക്ക് കുറഞ്ഞുകൊണ്ടുവരുന്നു. ഇത് ജനസംഖ്യാ വലിപ്പത്തിൽ കൂടുതൽ വർധനവിന് കാരണം. ഇനി 4ാമത്തെ ഘട്ടം താഴ്ന്ന നിശ്ചലഘട്ടം. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ജനസംഖ്യ പരിവർത്തനത്തിൻ്റെ 4ാം ഘട്ടത്തിലൂടെയാണിപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനനനിരക്ക് മരണനിരക്കിനോട് അടുത്ത് നിൽക്കുന്ന നിലയിലേക്കാണ് കുറഞ്ഞു വരുന്നത്. വരും ദശകങ്ങളിൽ ജനസംഖ്യയുടെ വലിപ്പം സ്ഥിരത കൈവരിക്കുമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ. ഇന്ത്യയിലെ ജനസംഖ്യാപരമായ പരിവർത്തനം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, സമൂഹം, പരിസ്ഥിതി എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനസംഖ്യയുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസൃതമായ ഫലപ്രദമായ നയങ്ങളും പ്രോഗ്രാമുകളും വികസിപ്പിക്കുന്നതിന് നയരൂപകർത്താക്കൾക്ക് നിർണായകമാണ് ജനസംഖ്യാ പരിവർത്തനം. ഇത്രയാണ് അതിന് ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം.
എന്താണ് എക്സ്പ്ലെയിൻ ദ മേജർ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് പ്രധാന ജനസംഖ്യാപരമായ സൂചകങ്ങൾ വിശദമാക്കുക എന്നാണ് ആൻസർ. ജനസംഖ്യാ സൂചകങ്ങൾ ഒരു ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വളർച്ചാ നിരക്ക്, വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള സവിശേഷതകളെ വിവരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളാണ്. ഈ സൂചകങ്ങൾ ജനസംഖ്യ ചലനാത്മകത, അതുപോലെ ട്രെൻഡുകൾ, പാറ്റേണുകൾ എന്നിവ മനസ്സിലാക്കുന്നതിന് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ നയനിർമ്മാതാക്കളെയും ആസൂത്രകരെയും ഇത് സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന ജനസംഖ്യാ സൂചകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. 1. സെക്സ് റേഷ്യോ, ലിംഗ അനുപാതം. അനുപാതം എന്നത് ഒരു ജനസംഖ്യയിലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ അനുപാതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണയായിട്ട് 1000 പുരുഷന് എത്ര സ്ത്രീകൾ എന്ന കണക്കിനെയാണ് അതായത് അതാണ് 1000 പുരുഷന് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ് ലിംഗാനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടാം. ഇന്ത്യയിലെ ലിംഗാനുപാതം വർഷങ്ങളായിട്ട് ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ലിംഗാനുപാതം ലിംഗ സന്തുലിതാവസ്ഥയുടെ ഒരു പ്രധാന സൂചകമാണ്. ഇത് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലിംഗാധിഷ്ഠിത വിവേചനത്തിനെതിരെ പോരാടുന്നതിനുള്ള ശ്രമങ്ങളിലേക്കും നയിക്കും. 2011 സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ ലിംഗാനുപാതം കേരളത്തിലാണ്. 1084 കേട്ടോ. ഏറ്റവും കുറഞ്ഞ ലിംഗാനുപാതം ഹരിയാനയിൽ 870. അപ്പോൾ 1084 പറയുമ്പോൾ 1000 പുരുഷന്മാർക്ക് ആര് കൂടുതലാണ്? 84 സ്ത്രീകൾ കൂടുതലാണ്. എന്നാൽ ഹരിയാനയിലോ 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകളേ ഉള്ളൂ. അപ്പോൾ കമ്മിയാണ് അവിടെയുള്ളത് കേട്ടോ. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം സ്വാധീനിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1. ലിംഗസമത്വം, 2. സാമ്പത്തിക വികസനം, 3. സാമൂഹിക സ്ഥിരത, 4. പൊതു ആരോഗ്യം, 5. ജനസംഖ്യാ പ്രവണത. ഇനി രണ്ടാമത്തെ ഇൻഡെക്സാണ് ഏത്? ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക്. മാനവ വികസനത്തിൻ്റെയും സാമൂഹിക പുരോഗതിയുടെയും ഒരു നിർണായക സൂചകമാണിത് സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. ഒരു ജനസംഖ്യയിൽ മനസ്സിലാക്കിക്കൊണ്ട് എഴുതാനും വായിക്കാനും അറിയുന്നവരുടെ നിരക്കിനെയാണ് സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് നോക്കുമ്പോൾ കുറേ വർഷങ്ങൾ സ്ഥിരമായിട്ട് ഒരേ വർധനവിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്ക് വർദ്ധിക്കുകയും സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് കുറയുകയും ചെയ്തു. പക്ഷേ ക്രമേണ ഈ വിടവ് കുറഞ്ഞു വന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കിനേക്കാൾ കൂടുതലായി ആരുടെ സാക്ഷരതാ നിരക്ക്? സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക്. പക്ഷേ ചില മേഖലകളിൽ നമുക്ക് സാക്ഷരതാ നിരക്കിൽ വ്യത്യാസങ്ങൾ കാണാനും കഴിയും. അപ്പോൾ സാക്ഷരതാ നിരക്കിന് പ്രാധാന്യം അറിയിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ചില വസ്തുതകളുണ്ട്. അതെന്തൊക്കെയാണ് നോക്കുക. 1. സാമ്പത്തിക വളർച്ച, 2. സാമൂഹിക പുരോഗതി, 3. ആരോഗ്യം, 4. ലിംഗസമത്വം, 5. ജനാധിപത്യം. ഇനി മൂന്നാമത്തെ ഇൻഡെക്സാണ് ബർത്ത് റേറ്റ്, ജനനനിരക്ക്. ജനനനിരക്ക് എന്നത് നിശ്ചിത കാലയളവിൽ തത്സമയ ജനനനിരക്ക് 1000 ജനസംഖ്യയ്ക്ക് എത്ര എണ്ണം എന്നളക്കുന്ന ഒരു ഡെമോഗ്രാഫിക് സൂചകമാണ്. ഇത് ജനസംഖ്യാ വളർച്ചയുടെ പ്രധാന സൂചകവുമാണ്. കൂടാതെ ജനസംഖ്യയിലെ ഫെർട്ടിലിറ്റി പ്രവണതകളെ വ്യതിചലിപ്പിക്കാനും ഇതിന് കഴിയും. ഉയർന്ന വിദ്യാഭ്യാസം, നഗരവൽക്കരണം, കുടുംബാസൂത്രണ പദ്ധതികൾ എന്നീ ഘടകങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിലെ ജനനനിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ കുറവ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും ഒരുപോലെയല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു ഇൻഡെക്സാണ് ഡെത്ത് റേറ്റ്, മരണനിരക്ക്. ഒരു നിശ്ചിത കാലയളവിൽ 1000 ജനസംഖ്യയ്ക്ക് എത്ര മരണങ്ങൾ എന്ന കണക്കിനെയാണെന്ന് പറയുക മരണനിരക്ക് എന്ന് പറയുന്നത്. ജനസംഖ്യ വളർച്ചയുടെ നിർണായക സൂചകമായ മരണനിരക്ക് ജനസംഖ്യയിലെ മരണപ്രവണതകളെ പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ മരണനിരക്കിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ശുചിത്വം, വിദ്യാഭ്യാസത്തിലേക്കുള്ള വർദ്ധിച്ച പ്രവേശനം എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങളാണ് ഈ കുറവുണ്ടാക്കിയിട്ടുള്ളത്. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ മരണനിരക്ക് ഇനിയും കുറയുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തൊരു ഇൻഡെക്സാണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഒരു നിശ്ചിത കാലയളവിൽ ജനസംഖ്യ വളർച്ച എത്ര ശതമാനം കണ്ടുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജനസംഖ്യാ സൂചകമാണിത് ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രാരംഭ ജനസംഖ്യാ വലിപ്പം കൊണ്ട് ഹരിച്ചിട്ടാണ് ഇത് കണക്കാക്കുന്നത്. വർഷങ്ങളായി ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കാര്യമായി കുറഞ്ഞു വരികയാണ്. കുടുംബാസൂത്രണ പദ്ധതികൾ, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്നീ ഘടകങ്ങളാണ് ഈ കുറവിന് കാരണമായിട്ടുള്ളത്. എങ്കിലും ഇന്ത്യ ഉയർന്ന ജനസംഖ്യയുള്ള രാജ്യമാണ്. വരും വർഷങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് തുടരുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ജനസംഖ്യ വളർച്ചാ നിരക്ക് വർദ്ധിക്കുന്നത് തുടരുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റാണ് അടുത്തൊരു ഇൻഡെക്സ്, അതായത് ശിശു മരണനിരക്ക്, IMR എന്ന് പറയും കേട്ടോ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, IMR അഥവാ ശിശുമരണ
നിരക്ക്. ഒരു വർഷത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന കണക്കിനാണ് എന്ത് പറയുക, ശിശു മരണനിരക്ക് എന്ന് പറയാം. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന കണക്കാണ് ശിശു മരണനിരക്ക്. ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ആരോഗ്യനിലയിലെയും ക്ഷേമത്തിൻ്റെയും ഒരു പ്രധാന സൂചകമാണ് ശിശു മരണനിരക്ക്. കൂടാതെ ശിശു മാതൃ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരത്തെയും ഒരു രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളെയുമാണിത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് കുറഞ്ഞു വരികയാണ്. മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, അതുപോലെ മെച്ചപ്പെട്ട പോഷകാഹാരം, മാതൃശിശു ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കൽ എന്നീ ഘടകങ്ങളാണ് ഈ കുറവിന് കാരണമായിട്ടുള്ളത്. എങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആപേക്ഷികമായിട്ട് ഇന്ത്യയിൽ ഉയർന്ന ശിശുമരണ നിരക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആ കാര്യത്തിൽ പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട് എന്നാണത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത നോക്കിയാൽ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, CMR എന്ന് പറഞ്ഞു, ശിശുമരണം. അത് ചോദിക്കും, IMR CMRും താരതമ്യം ചെയ്യാൻ. അതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് IMR ആൻഡ് CMR. അപ്പോൾ ശിശുമരണ നിരക്കും പിന്നെ മലയാളം എഴുതുമ്പോൾ നമ്മൾ രണ്ടിനും ശിശുമരണ നിരക്ക് എന്ന് വരും. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റുമാണ് കേട്ടോ. അപ്പോൾ ചൈൽഡിൽ നമ്മൾ പറഞ്ഞു ഒരു 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു. ഇനി ചൈൽഡ് മോർട്ടാലിറ്റി ആണെങ്കിൽ എങ്ങനെയാണ്, ഒരു വർഷത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന കണക്കിനാണ് എന്ത് പറയുക, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ആരോഗ്യനിലയുടെയും ക്ഷേമത്തിൻ്റെയും ഒരു പ്രധാന സൂചകമാണ് എന്ത്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ CMR എന്ന് പറയുന്നത്. കൂടാതെ മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരത്തെയും ഒരു രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളുടെയും ഒരു പ്രതിഫലനമാണ് ഇത് CMR എന്ന് പറയുന്നത്. ഇന്ത്യയിൽ CMR ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ CMR കൂടുതൽ തന്നെയാണ് കേട്ടോ. ഇനി മറ്റൊരു സൂചകമാണ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, MMR എന്ന് പറയും. മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക്. മാതൃമരണ നിരക്ക് മറ്റൊരു പ്രധാന ജനസംഖ്യാ സൂചകമാണ്. ഗർഭകാലത്തും പ്രസവകാലത്തും അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷത്തിലെ 1,00,000 ജീവനുള്ള ജനങ്ങളിൽ പ്രസവിച്ച് 42 ദിവസത്തിനുള്ളിൽ മാതൃമരണങ്ങളുടെ എണ്ണം അളക്കുന്നൊരു സൂചകമാണത്. മാതൃ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരത്തിൻ്റെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെയും ഒരു രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥയുടെ ഒരു പ്രധാന സൂചകമാണ് എന്ത്, MMR അല്ലെങ്കിൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. പല ഘടകങ്ങളാൽ ഇന്ത്യയിലെ MMR ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തുണ്ട്, MMR കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൻ്റെ എന്തിൻ്റെ ഇൻഡെക്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എസ്സേയിൽ നമ്മൾ മേജർ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ മേജർ ഡെമോഗ്രാഫിക് ഇൻഡെക്സസ് എന്ന് പറയും കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഓർ ഇൻഡെക്സസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞു, അതിൽ ഇനി പറയാനുള്ളത് ഏതാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യമാണ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആയുർദൈർഘ്യം നോക്കുക, എന്താണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്? ആയുർദൈർഘ്യം മറ്റൊരു പ്രധാന ജനസംഖ്യാ സൂചകമാണ് അല്ലേ. ഒരു നിശ്ചിത ജനസംഖ്യയിൽ നിലവിലുള്ള പ്രായനിർദ്ദിഷ്ട മരണനിരക്കിനെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പ്രതീക്ഷിക്കുന്ന ശരാശരി വർഷങ്ങളുടെ അളവ്. അതായത് ഒരു രാജ്യത്തെ ഒരു വ്യക്തി ശരാശരി എത്ര വർഷം കൊണ്ട് ജീവിക്കുന്നു എന്ന കണക്കിനെയാണ് അത് പറയുക ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ സാങ്കേതിക രംഗത്തെ മുന്നേറ്റം, ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണം, മെച്ചപ്പെട്ട ശുചിത്വ സൗകര്യങ്ങൾ എന്നിവ ഇന്ത്യയുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആരോഗ്യ സേവനത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും തൊഴിൽ തുടങ്ങിയ ആരോഗ്യത്തിൻ്റെ സാമൂഹിക നിർണായക ഘടകങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമുക്ക് ഇനിയും അനിവാര്യമാണ്. ഇനി അടുത്തതാണ് ഫെർട്ടിലിറ്റി റേറ്റ്, പ്രത്യുൽപാദന നിരക്ക്. ഒരു നിശ്ചിത ജനസംഖ്യയിൽ പ്രസവിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സാധാരണയായിട്ട് 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയാണ് പറയുന്നത്. ജനിച്ച കുട്ടികളുടെ എണ്ണം അളക്കുന്ന ഒരു ജനസംഖ്യാ സൂചകമാണ് ഫെർട്ടിലിറ്റി നിരക്ക്. ഇത് മൊത്തം ഫെർട്ടിലിറ്റി നിരക്കായിട്ട് കണക്കാക്കുന്നത്. അതായത് ഇതാണ് ഒരു നിശ്ചിത ജനസംഖ്യയിൽ പ്രസവിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളുടെ എണ്ണം അളക്കുന്ന ഒരു ജനസംഖ്യാ സൂചകം. അതാണ് ഫെർട്ടിലിറ്റി നിരക്ക്. ഇനി മറ്റൊന്നാണ് ഇത് മോർബിഡിറ്റി റേറ്റ്, രോഗാവസ്ഥാ നിരക്ക്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥാ നിരക്ക് എന്നത് ഒരു നിശ്ചിത ജനസംഖ്യയിൽ രോഗം ഉണ്ടാകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. രോഗത്തിൻ്റെ ഭാരവും മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതിയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന ജനസംഖ്യാ സൂചകമാണ് രോഗാവസ്ഥാ നിരക്ക്. വ്യാപന നിരക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു ജനസംഖ്യയിൽ ഒരു നിർദ്ദിഷ്ട രോഗത്തിൻ്റെ ആകെ കേസുകളുടെ എണ്ണം അളക്കുന്നത്.
അതേസമയം സംഭവങ്ങളുടെ നിരക്ക് ഒരു നിശ്ചിത കാലയളവിലെ ജനസംഖ്യയിൽ സംഭവിക്കുന്ന രോഗത്തിൻ്റെ പുതിയ കേസുകളുടെ എണ്ണവും അളക്കും. ഇന്ത്യയിൽ സർക്കാർ അതിൻ്റെ ആരോഗ്യ വിവര സംവിധാനങ്ങൾ, അതുപോലെ സർവേ, മറ്റ് ഡാറ്റാ ശേഖരണ സംവിധാനം എന്നിവയിലൂടെ വിവിധ രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. എങ്കിലും മുഴുവൻ റിപ്പോർട്ട് ചെയ്യാതിരിക്കൽ, അതായത് ആളുകളത് പറയാൻ മടിക്കൽ, അതുപോലെ തന്നെ തെറ്റായ രോഗനിർണയം, മറ്റ് ഘടകങ്ങൾ എന്നിവ കാരണം രോഗാവസ്ഥ ഡാറ്റ പലപ്പോഴും അപൂർണമാണ്. ഇത്രയാണ് ആ 2 യൂണിറ്റുകളിൽ നിന്നുള്ളത്. ഇനി വൺ വേർഡൊക്കെ ഓരോരുത്തർ ആവശ്യപ്പെട്ടിരുന്നു, സമയം ഉണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇനി 2 യൂണിറ്റുകളോട് പറഞ്ഞാൽ നമ്മൾ ഏറെക്കുറെയൊക്കെ ഒന്നും കൂടെ ഓടിച്ചു പോയി എന്ന് എനിക്ക് പറയാൻ കഴിയും. ഓക്കെ, താങ്ക്സ്.